ولله الحمد. ഈ പള്ളിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കെല്ലാം തന്നെ ചെറിയ ചെറിയ ഗിഫ്റ്റ് ബോക്സ് ഈദി എങ്ങനെ വന്നുകൊണ്ടിരിക്കണം. എൻ്റെ തൊട്ടടുത്തുള്ള ഒരു പയ്യനുണ്ട്, അവന് ചെറിയ ടീനേജറിലേക്ക് കടന്നിട്ടുണ്ട്. അവനൊന്ന് കിട്ടി, രണ്ടാമത് കിട്ടി, മൂന്നാമത് കിട്ടി. അപ്പം ഞാൻ അവനെങ്ങനെ നോക്കുന്നുണ്ട്, രണ്ട് മൂന്നെണ്ണൊക്കെ കിട്ടിയില്ല, ഒന്നും എനിക്ക് താടേന്നില്ല. ഞാൻ അവനെ നോക്കുന്ന സമയത്ത് അവൻ ചോദിച്ചു കാണണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കാണില്ലെങ്കിൽ കാണിച്ചു തന്നു പറഞ്ഞു. അവനത് കാണിച്ചു തന്നു, തുറന്നു. അപ്പം എല്ലാ കുട്ടികളും ഭയങ്കര ഹാപ്പി, ഫാമിലിയും ഹാപ്പി, എല്ലാവരും സന്തോഷമായിട്ട് തന്നെ. നിറയെ ആളുകളുണ്ടായിരുന്നു പള്ളിയിൽ, കുറേ കൂട്ടുകാരെയൊക്കെ കണ്ടു. അപ്പം ഇതാണ് ഇന്നത്തെ ദുബായിൽ. ട്രാഫിക്കിനൊന്നും എനിക്ക് രാവിലെ പ്രത്യേകിച്ച് ഈദ് ഡേയിൽ ഹോളിഡേ കൂടി ആയതുകൊണ്ട് തന്നെ വലിയ ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും സമാധാനമായിട്ട് സന്തോഷമായിട്ടൊക്കെ തന്നെ ഈദ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും നമ്മൾ റിയാലിറ്റിയിൽ നിന്ന് മാറി നിൽക്കുകയല്ല. നമുക്കറിയാം ദുബായിൽ പല സ്ഥലങ്ങളിലും ഈ ഡ്രോൺ അറ്റംപ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ ഇൻ്റർസെപ്ഷനൊക്കെ നടന്നിട്ടുണ്ട്. ദുബായിൽ മാത്രമല്ല, സൗദിയുടെ ഈസ്റ്റേൺ റീജിയനിലോട്ടും കുവൈറ്റിലും ജോർദാനിലും അതുപോലെ തന്നെ ബഹറിലും ഒക്കെ തന്നെ ഈ പെരുന്നാൾ ദിവസം പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള അറ്റാക്കും അത് ഡിഫെൻഡ് ചെയ്യാൻ നോക്കുന്നതും അതിൻ്റേതായിട്ടുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്രയേലിൽ ജെറൂസലേമിലും ടെലവീവിലും ഒക്കെ തന്നെ ജോർദാനിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള മിസൈലുകൾ വരുന്നതും അത് ബ്ലോക്ക് ചെയ്യുന്നതും ആളുകൾക്ക് പരിക്കേൽക്കുന്നതായിട്ടുള്ള വാർത്തകളുണ്ട്. അതിനേക്കാൾ എല്ലാം ഉപരിയാണ് ഇറാനിലെയും ടെഹ്റാനിലെയൊക്കെ അവസ്ഥ. എനിക്ക് ഇറാനിലൊക്കെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, കാരണം കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിട്ടുള്ളവർ. അവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളുടെ ഓണം പോലെയാണ് അവരുടെ ഒരു നൗറൂസ് എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവൽ ഉണ്ട്, അതുകൂടി നടക്കുന്നുണ്ട്. ആ ഫെസ്റ്റിവലിൻ്റെ കൂടി ഭാഗമായിട്ട് വലിയ രീതിയിൽ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ടെഹ്റാൻ്റെ ആകാശത്തും ഇത്തരത്തിലുള്ള ഇതൊന്നും നമ്മൾ ഗ്ലോബൽ വില്ലേജ് കാണുന്ന ഫയർ വർക്ക്സ് അല്ല. മനുഷ്യൻ്റെ ജീവനെടുക്കാനും ജീവനേക്കാൾ ഉപരിയെ കൊണ്ട് ജീവിത ഉപാധി തകർക്കാനും ഒക്കെ പറ്റുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ ആകാശത്തൂടെ പോവുകയൊക്കെ ചെയ്യുന്നത്. നാട്ടിലിപ്പം ഈദാകുന്ന സമയത്ത് അവിടെ മിക്ക ആളുകൾക്കും ഗ്യാസ് ഇല്ല എന്നറിയാം. ആ ഗ്യാസ് വരുന്ന വഴി ഇപ്പം ഹോർമൂസ് ആ ഒരു കടലൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ, അത് അടച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ ഗ്യാസ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടന്നിരുന്ന ഖത്തറിലെ LNG ഈ ഗ്യാസിൻ്റെ പാടങ്ങൾ ഉണ്ടാവില്ല, ഗ്യാസ് ഫീൽഡ് എന്ന് പറയുമ്പം അവിടെയൊക്കെ വീണിട്ട് ഖത്തർ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ഡാമേജ് റിപ്പയർ ചെയ്യണമെങ്കിൽ തന്നെ 5 വർഷം എടുക്കും. മാത്രമല്ല ഹ്യൂജ് എമൗണ്ട് പൈസയാവുന്നുള്ളത്. ഖത്തറിൽ നിന്ന് ഗ്യാസ് വരുന്നത് നിൽക്കുന്നതോട് കൂടിയിട്ട് സ്വാഭാവികമായിട്ടും ഗ്യാസിൻ്റെ വില ഇത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് എല്ലായിടത്തും അമേരിക്കയിലും യൂറോപ്പിലൊക്കെ തന്നെ അതിൻ്റേതായിട്ടുള്ള വില കൂടുന്നുണ്ടാവും. ഇതിൻ്റെ പിറകിലൊക്കെ കുറച്ച് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ തീർക്കാവുന്നതേ ഉള്ളൂ. അവരതൊക്കെ വേഗം തീർക്കുമെന്ന് പ്രതീക്ഷിക്കുക. അതുവരെ എല്ലാവരും സമാധാനമായിട്ടിരിക്കുക. നമ്മളുടെ കയ്യിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വല്ലാതെ ചിന്തിച്ച് ആദ്യ കൂട്ടിയതിൻ്റെ പേരിൽ നമ്മളുടെ BP പോകാമെന്നില്ല, അല്ലാതെ നമുക്കിതിൽ പരിഹാരം ആകാൻ പറ്റില്ല. കോവിഡ് കാലത്ത് മൊത്തം ലോക്ക്ഡൗൺ ആയിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ നമ്മൾ സർവൈവ് ചെയ്തിരുന്നില്ലേ. 2008 സമയത്ത് ദുബായിലൊരു സാമ്പത്തിക മാന്ദ്യം, ഞാൻ ദുബായിലുള്ള ഒരാളായതുകൊണ്ട് പറയുകയാണ്, എന്തുമാത്രം ഭീകരമായിട്ടുള്ള അവസ്ഥയായിരുന്നു. അതിലൂടെയൊക്കെ കടന്നു പോയിട്ട് അവിടെ നിന്നൊക്കെ ബൗൺസ് ബാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സമയം കടന്നു പോകും. ഹാപ്പി ആയിട്ടിരിക്കുക.